Okay, children, biomolecules, the last biomolecule, nucleic acids, is the largest macromolecule, biomacromolecule, and it is a heteropolymer that is consists of different types of nucleotides are possible, that is nucleic acids. നമുക്കറിയാം നമ്മളുടെ സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമസോമില് കാണുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് ന്യൂക്ലിക് ആസിഡ്. It is in the form of DNA, as well as it is present in the mitochondria or is present as RNA in the cytoplasm. അങ്ങനെ DNA, RNA, they are the two type of nucleic acids. Nucleic acids, they are macromolecules present in all living organisms and many functions. എന്നുവെച്ചാൽ എല്ലാ ഫംഗ്ഷനെയും നിയന്ത്രിക്കുന്നത് ഇവരായതുകൊണ്ട് ഇതിന് പല ഫങ്ഷൻസ്, എല്ലാ ഫംഗ്ഷനും ഒരു റോൾ ഉണ്ട് എന്ന് പറയാം. കാരണം ഒരു സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത് കണ്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് അത് സെല്ലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും റെഗുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റെഗുലേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ by a process called central dogma, the flow of genetic information എന്നൊരു മെത്തേഡ് വെച്ചിട്ടാണ് അത് നടത്തുക. അപ്പോൾ DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, the crucial role is it is responsible for the production of protein. Finally, it produces protein, and protein act as enzymes, and enzymes are catalyzing all the actions of the cell. അങ്ങനെയാണ് സെല്ലിലെ എല്ലാ പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ which are the building blocks of nucleic acids എന്ന് ചോദിച്ചാൽ എന്താ, അതിന്റെ മോണോമറുകൾ ഏത് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയോടൈഡ്സ്. നമുക്കറിയാം DNA, RNA, ന്യൂക്ലിക് ആസിഡ്, മാക്രോമോളിക്യൂൾ, they are present separated out. നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ഫസ്റ്റ് ടൈം സോർട്ട് ഔട്ട് ചെയ്തില്ലേ, അപ്പോൾ it is present in the retentate, that is the acid insoluble fraction of living tissue അല്ലേ, അതിലാണ് അത് കാണുക ന്യൂക്ലിക് ആസിഡ് മാക്രോമോളിക്യൂൾ ആയിട്ട്. അത് മൈക്രോമോളിക്യൂൾ ആയിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ മറ്റേത് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ആസ് എ മാക്രോമോളിക്യൂൾ. ആൻഡ് ദേ ആർ ടു ടൈപ്പ്, DNA ആൻഡ് RNA. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയും ന്യൂക്ലിയോടൈഡ്സ്. ഓരോ ന്യൂക്ലിയോടൈഡ് പറഞ്ഞാൽ they having 3 components, that is pentose sugar, nitrogen base and phosphate. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പെൻഡോസ് ഷുഗർ, ഒരു വീട് പോലെ കാണുന്നത് പെൻഡോസ് ഷുഗർ. അതിനോട് ചേർന്ന് കാണുന്ന ഈ ബോക്സ് പോലെ കാണുന്നത് ഒരു നൈട്രജൻ ബേസ്. എന്നാൽ ഈ പെൻഡോസ് ഷുഗറിന്റെ മറുഭാഗത്ത് വേറൊരു ഭാഗത്ത് ആരെ കാണാം, ഒരു ഫോസ്ഫേറ്റിനെയും കാണാം. അപ്പൊ 3 മോളിക്യൂൾ കൂടി ചേർന്ന് ഇതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. ന്യൂക്ലിയോടൈഡ്. ഈ നൈട്രജൻ ബേസിന്റെ വേറൊരു പിക്ചറാണ് ഇവിടെ കാണിച്ചത്. ഇങ്ങനെ 2 സ്ട്രാൻഡ് ഉണ്ട് ഇവിടെ DNA-ക്ക്, ഇവിടെ ഒരു സിംഗിൾ സ്ട്രാൻഡ് ആണ് കാണുന്നത് RNA-ക്ക് എന്ന് കാണാം. എല്ലാ ലിവിങ് ടിഷ്യൂവിന്റെയും ന്യൂക്ലിയസിലോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലോ ആയിട്ട് കാണുന്ന ഒരു വസ്തുവാണ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന എല്ലാ ലിവിങ് ടിഷ്യൂ പാർട്ടല്ലേ നമ്മൾ കഴിക്കുക അല്ലേ, അല്ലാണ്ട് ലിവിങ് അല്ലാത്ത വസ്തുക്കൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ സെൽസ് കൊണ്ടാണ്. ആ സെല്ലിന്റെ അകത്ത് എന്ത് കാണും, ന്യൂക്ലിക് ആസിഡ്സ് കാണും. ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ കമ്പോണന്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. Then nucleic acid, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, they consists of nucleotides. Nucleotides ആണ് അതിന്റെ മോണോമേഴ്സ്. Each nucleotide again consists of 3 unit. T for 3 നോർത്താന്തി 3 unit. They are pentose sugar, nitrogen base and phosphate. അപ്പോൾ pentose sugar, nitrogen base and phosphate. അപ്പോൾ pentose sugar എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മോണോസാക്രൈഡിൽ പഠിച്ചു, പെൻഡോസ് ഷുഗർ, റൈബോസ്, ഡിയോക്സി റൈബോസ് എന്നൊക്കെ പഠിച്ചു. അപ്പൊ അതാണ് പെൻഡോസ് ഷുഗർ. അതിന്റെ 1ാമത്തെ കാർബണിനോടാണ് നൈട്രജൻ ബേസ് ചേരുക. അപ്പൊ നൈട്രജൻ ബേസ് ആണ് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നൈട്രജൻ ബേസസ് ആർ കാർബൺ കോമ്പൗണ്ട്സ് വിത്ത് ഹെട്രോസൈക്ലിക് റിങ്സ്. ഹെട്രോസൈക്ലിക് റിങ്സ്. അപ്പൊ കാർബൺ കോമ്പൗണ്ട് വിത്ത്, ഇവിടെ നിങ്ങൾക്ക് കാണാം 2 റിംഗ്, ഹിയർ ഓൺലി 1 റിംഗ്. 2 റിംഗ് ഉള്ള that nitrogen bases with 2 rings are purine bases, and the nitrogen base with a single ring is the pyrimidine bases. അങ്ങനെയാണ്. അപ്പോൾ nitrogen bases are again divided into purine and pyrimidine എന്ന് നമുക്ക് ഇവിടെ കാണാം.
Which are the different nitrogen bases? Adenine, guanine, cytosine, thymine, uracil. ഇതെല്ലാമാണ് nitrogen bases in example. ഈ nitrogen bases പെൻഡോ ഷുഗറിന്റെ ഒരു അറ്റത്ത് കൂടിച്ചേരുമ്പോൾ ഇവിടെ ഒരു പെൻഡോ ഷുഗറും ഇവിടെ ജസ്റ്റ് പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ അഡിനൈൻ എന്ന്. അപ്പൊ ഇത്രയും വരുമ്പോ ഇതൊരു പെൻഡോ ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിന്റെ പേര് അഡിനോസിൻ. ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ആ ന്യൂക്ലിയോസൈഡിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തത്. പെൻഡോസ് ഷുഗർ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്, അഡിനോസിൻ എന്നാണ് ഇതിന്റെ പേര്. ഇതുപോലെ തന്നെ എല്ലാ നൈട്രജൻ ബേസും, ഈ നൈട്രജൻ ബേസിന് പകരം ഗ്വാണൈൻ ആണെങ്കിൽ ഗ്വാനോസിൻ, സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിൻ, തൈമിഡിൻ, യൂറിഡിൻ എന്നൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയോസൈഡുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഈ ഹൈഡ്രോക്സൈൽ എൻഡില് ഒരു ഫോസ്ഫേറ്റ് കൂടെ ചേരുകയാണെന്ന് വെക്കാം. അപ്പോൾ ഇവിടെ 3 മോളിക്യൂൾ ചേർന്നു. പെൻഡോ ഷുഗർ ഉണ്ട്, അതിന്റെ ഒരറ്റത്ത് അഡിനൈൻ ഉണ്ട്, ഇപ്പുറത്ത് ഫോസ്ഫേറ്റ് ഉണ്ട്. അങ്ങനെ 3 മോളിക്യൂൾ ചേർന്ന ഇതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. അങ്ങനെ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. പക്ഷേ RNA DNA തമ്മിലുള്ള വ്യത്യാസത്തില് തൈമീന് പകരം യുറാസിലാണ് കാണുക. ഒന്നുകൂടി നോക്കാം. നൈട്രജൻ ബേസസ്, നമ്മൾ എന്താ പറഞ്ഞ, നൈട്രജൻ ബേസസ് ആർ കാർബൺ കോമ്പൗണ്ട്സ് വിത്ത് ഹെട്രോസൈക്ലിക് റിംഗ്സ്. അപ്പോൾ ഇവിടെ 2 ringed structure they are called purine, 1 ringed structure are called pyrimidine. and examples, ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാം. 3 ടൈപ്പ് നൈട്രജൻ ബേസസ് present in pyrimidine, cytosine, thymine and uracil. but uracil present as the nitrogen base of RNA. ഇനി ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്ന് പറയുമ്പോൾ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. T for 2 നോർത്താൻ. അപ്പൊ 2 മോളിക്യൂളേ ഉള്ളൂ. ഏതൊക്കെയാ? പെൻഡോസ് ഷുഗറും പിന്നെ നൈട്രജൻ ബേസും. അങ്ങനെ 2 പേരേ ഉള്ളൂ. കണ്ടോ, പെൻഡോസ് ഷുഗറും നൈട്രജൻ ബേസും. അപ്പോഴതിനെ എന്ത് പറയും? ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. റൈബോസ് ഷുഗർ ഫോർ RNA, ഡിയോക്സി റൈബോസ് ഫോർ DNA. ഇവിടെ ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട് റൈബോസിന്, അത് വളരെ ആക്റ്റീവ് ആണ്. സെക്കൻഡ് കാർബൺ ആറ്റത്തില് ഒരു ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഇല്ല. ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഡിയോക്സി റൈബോസ്. അതുകൊണ്ട് തന്നെ DNA ലെസ് ആക്റ്റീവ് ആണ് വെൻ കമ്പയറിംഗ് വിത്ത് RNA. അങ്ങനെ ഈ ഷുഗറിന്റെ കണ്ടന്റിൽ, പെൻഡോസ് ഷുഗറിലുള്ള വ്യത്യാസത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ന്യൂക്ലിയോസൈഡ്. വാട്ട് ഈസ് ന്യൂക്ലിയോസൈഡ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് നൈട്രജൻ ബേസ് വിത്ത് ഫസ്റ്റ് കാർബൺ ഓഫ് പെൻഡോസ് ഷുഗർ. ഫസ്റ്റ് കാർബൺ ഓഫ് പെൻഡോസ് ഷുഗർ കണ്ട by N-glycosidic linkage. N-glycosidic linkage. അങ്ങനെ ഉണ്ടാകാം ഡിഫറെന്റ് ടൈപ്പ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ്. അഡിനോസിൻ, ഗ്വാനോസിൻ, സൈറ്റിഡിൻ, തൈമിഡിൻ, യൂറിഡിൻ എന്നെല്ലാം പേരുകളും പഠിച്ചിരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോസൈഡ്സ്. ദെൻ ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഓരോ ന്യൂക്ലിയോസൈഡ്, നേരത്തെ ഉണ്ടായ അഡിനോസിൻ, അതിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേർന്നു. കണ്ടോ, പെൻഡോസ് ഷുഗറിന്റെ ഒരറ്റത്ത് നൈട്രജൻ ബേസും ഇപ്പുറത്ത് എന്ത് ചേർന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേർന്നു ഓൺ ദ 5th കാർബൺ ആറ്റം. കണ്ടോ, 5th കാർബൺ ആറ്റം ഇവിടെയാണ് കേട്ടോ. 5 കാർബണില് 1ാമത്തെ കാർബൺ, 2, 3, 4, 5ാമത്തെ കാർബൺ. ഈ 5ാമത്തെ കാർബണിനോട് ഒരു ഫോസ്ഫേറ്റ് ചേരുമ്പോൾ ഇപ്പൊ ഇത് 3 മോളിക്യൂളുള്ള ഒരു കോമ്പൗണ്ടായി. അപ്പൊ എന്തായി? ഇതിന്റെ പേര് ന്യൂക്ലിയോടൈഡ് എന്നാണ്. According to the nitrogen base, there are different types of nucleotides. ഏതൊക്കെയാ? Adenyllic acid, guanylic acid, cytidyllic acid, thymidyllic acid and uridylic acid. ഈ ഫിഗർ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നിട്ട് ഇവിടെ ഹെഡിങ് എഴുതാൻ വരാലോ. അപ്പൊ ഇവിടെ നമുക്ക് 2 കമ്പോണന്റേ ഉള്ളൂ. 3 കമ്പോണന്റ് വരുമ്പോൾ ന്യൂക്ലിയോടൈഡ്. അങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡുകൾക്ക് എക്സാമ്പിൾസ്. Then nucleotides, നമ്മൾ പറയുന്നു ന്യൂക്ലിയോടൈഡ്സ് ആണ് ബിൽഡിംഗ് ബ്ലോക്സ്. അവരാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്ന് ഇനി എങ്ങനെ അത് കൂടിച്ചേരുന്നതെന്ന് കൂടി നോക്കാം. This is one nucleotide, അല്ലെ, 3 എണ്ണമുള്ള ഒരു ന്യൂക്ലിയോടൈഡ്. This is another nucleotide. When a phosphate moiety links the 3rd carbon of pentose sugar of nucleotide, 3rd carbon, നമുക്കറിയാം ഈ ന്യൂക്ലിയോടൈഡിന്റെ 3ാമത്തെ കാർബൺ ഈസ് ഫ്രീ. ഇതിങ്ങനെ ഫ്രീ ആയി നിൽക്കുകയായിരുന്നു അല്ലെ. ഇപ്പൊ എന്താ ഉണ്ടായത്? when the 2 nucleotides are joining, the 3rd carbon of one nucleotide joins with the phosphate moiety of the next nucleotide. അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനോട് ചേരും. അപ്പൊ ഇവിടെ ഒരു പുതിയ ബോണ്ട് ഉണ്ടാവും, എസ്റ്റർ ബോണ്ട്. now this phosphate group share with a ester bond with the other nucleotide, and again this make a ester bond with this nucleotide.
അപ്പോ ഈ ഫോസ്ഫേറ്റിന്റെ രണ്ട് സൈഡിലും നമുക്ക് എന്ത് കാണാം? either side of phosphate we can see ester bond. അതിന് രണ്ട് എസ്റ്റർ ബോണ്ട് ഉണ്ടായാൽ അതിന്റെ അർത്ഥം ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്നു എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ കൂടിച്ചേർന്ന് നമുക്ക് ഒരു പോളിന്യൂക്ലിയോടൈഡ് തന്നെ ഉണ്ടാക്കാം. ഇപ്പൊ ഈ ന്യൂക്ലിയോടൈഡ് ഇതിന് എന്ത് പേര് പറയും? ഇതിൽ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്? 2 ന്യൂക്ലിയോടൈഡുകൾ. അതുകൊണ്ട് ഇതൊരു ഡൈന്യൂക്ലിയോടൈഡ് ആണ്. ഇതുപോലെ വീണ്ടും ഈ 3' എൻഡിൽ വീണ്ടും അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് കൂട്ടിച്ചേർത്താൽ അപ്പൊ അത് ട്രൈന്യൂക്ലിയോടൈഡ് ആവും. അങ്ങനെ അതിന് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കണ്ടോ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായേക്കുന്നത്? എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അപ്പൊ ഇവിടെയും ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ട്. ദിസ് ഈസ് DNA. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സിംഗിൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഈസ് പ്രസന്റ്. കുറെ ന്യൂക്ലിയോടൈഡുകൾ കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഈസ് പ്രസന്റ്. Then it is RNA. അപ്പൊ many nucleotides when joined together polynucleotide is formed. And in the polynucleotide, if the sugar is deoxyribose and two polynucleotide chains are linked together, then it is the DNA. And if the sugar moiety is ribose sugar, that nucleic acid is ribonucleic acid or RNA. What are the difference between DNA and RNA? Single strand RNA, double strand DNA. Pentose sugar deoxyribose in DNA. ഇതിന്റെ full form deoxyribonucleic acid. പിന്നെ ഒരു പ്രത്യേകത എന്താണ്? നൈട്രജൻ ബേസ്. Which nitrogen base that is present in DNA? Thymine is present, but instead of thymine, uracil is present in RNA. ഈ 4 ഡിഫറൻസും നമ്മൾ നന്നായി ഓർത്തിരിക്കുക. Then അപ്പോ ന്യൂക്ലിയോടൈഡിന്റെ ഈ DNA നമ്മൾ 2 ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടെങ്കിൽ അത് DNA ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് അവര് തമ്മിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായി അവര് തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് വെച്ച് കൂടിച്ചേരുമ്പോൾ ഈ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനും കൂടെ ചേർന്നിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ഈ മോഡൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. പിന്നീട് നോബൽ പ്രൈസ് ഒക്കെ നേടിയതാണ് അവര്, വാട്സൺ ആൻഡ് ക്രിക്ക്. In 1953, that Watson and Crick suggested this double helical model of DNA, and they won the Nobel Prize in 1962. അതാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. ഇനി അവരുടെ മോഡൽ പറയുന്നത് എന്തൊക്കെ പോയിന്റ്സ് ഒന്ന് പഠിച്ചിരിക്കണം. വിച്ച് ആർ ദ പോയിന്റ്സ് ഓഫ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA? DNA exists as double helix. Then it consists of 2 strands. ഓരോ സ്ട്രാൻഡും കോംപ്ലിമെന്ററി. ദാറ്റ് ഈസ് ദ ബേസ് സീക്വൻസ് ഓഫ് വൺ സ്ട്രാൻഡ് ഈസ് നോൺ, ദ ബേസ് സീക്വൻസ് ഓഫ് അതർ സ്ട്രാൻഡ് ക്യാൻ ബി പ്രിഡിക്റ്റഡ്. അതാണ് കോംപ്ലിമെന്ററി. ഒരു സ്ട്രാൻഡിലെ ബേസ് സീക്വൻസ് നമുക്ക് അറിയാമെങ്കിൽ അടുത്ത സ്ട്രാൻഡിന്റെ ബേസ് സീക്വൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ചാൽ അഡിനൈൻ ഇഫ് പ്രസന്റ് ഇൻ വൺ ബേസ്, ദ കോംപ്ലിമെന്ററി ബേസ് തൈമിൻ ഈസ് പ്രസന്റ് ഇൻ ദ അതർ സ്ട്രാൻഡ്. അതുകൊണ്ടാണ് 2 strands are complementary എന്ന് പറയുന്നത്. അതുപോലെ 2 strands are anti-parallel, run in opposite direction. ഒരു സ്ട്രാൻഡിലെ പൊളാരിറ്റി 3' ആണ് പറയുകയെങ്കിൽ ഇപ്പുറത്തെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ പൊളാരിറ്റി അതിന്റെ 5' ആയിരിക്കും. അപ്പൊ 3' to 5' ആണ് ഒരു സ്ട്രാൻഡ് എങ്കിൽ മറ്റേത് 5' to 3' ആയിരിക്കും പൊളാരിറ്റി. അതാണ് റൺ ആന്റി-പാരലൽ. And it appears as a spiral ladder. ഇങ്ങനെ ഒരു പിരിയൻ കോണി പോലെയാണ്. And the steps of ladder, അല്ലെ, ഒരു കോണിയാണെങ്കിൽ അതിന് സ്റ്റെപ്പ് ഉണ്ടാവും. ആ steps are consists of nitrogen bases. And the nitrogen bases are projected perpendicular to the backbone. അപ്പൊ ഈ കോണിക്ക് ഒരു ബാക്ക് ബോൺ ഉണ്ടാവില്ലേ? The backbone is made of sugar and phosphate. അപ്പം the DNA helix with the backbone, sugar and phosphate, and the nitrogen bases are like steps of the ladder, and they project perpendicular to the backbone. And the nitrogen bases of both strands are joined by hydrogen bonding and make base pairing. ഈ ബേസ് പെയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്. ന്യൂക്ലിയോടൈഡ്സ് ബിൽഡിംഗ് ബ്ലോക്സ് ആയി പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിനും തമ്മിൽ യോജിക്കുന്നത് ഈ ബേസ് പെയറിംഗ് വെച്ചിട്ടാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ചെറിയ പീസ് ഓഫ് പേപ്പേഴ്സിൽ ഇങ്ങനത്തെ ഈ കളറിലുള്ള ഇതൊക്കെ ആരാ പെൻഡോസ് ഷുഗർ. അപ്പൊ പെൻഡോസ് ഷുഗർ ഈ ഷേപ്പിൽ ഒരേ വലിപ്പത്തിൽ ഒരു 5-10 ഇട്ട. അതുപോലെ സിസേഴ്സ് വെച്ച് ഈ ഒരു റിംഗ് സ്ട്രക്ചർ ആയിട്ടുള്ളതും 2 റിംഗ് സ്ട്രക്ചർ ആയിട്ടുള്ള നൈട്രജൻ ബേസുകളെയും ഉണ്ടാക്കുക. എന്നിട്ട് അതിന് ഓരോന്നിനും ഓരോ പേരും കളറും ഡിഫറൻസിലൊക്കെ കൊടുത്താൽ നമുക്കപ്പോൾ കുറേ നൈട്രജൻ ബേസസിനെ ഉണ്ടാക്കുക. അതുപോലെ പെൻഡോ ഷുഗർ ഉണ്ടാക്കുക. അതുപോലെ സർക്കിൾ ഷേപ്പിൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫോസ്ഫേറ്റിനെയും സൂചിപ്പിക്കാം. ഇനി നമ്മൾ ഈ 2 ഈ ഒരു ഏതെങ്കിലും നൈട്രജൻ ബേസ് എടുക്കുക. എന്നിട്ട് ഒരു പെൻഡോ ഷുഗറിന്റെ 1ാമത്തെ കാർബണിൽ നമ്മൾ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ന്യൂക്ലിയോസൈഡ് ആണ്. അതിന്റെ അതേ പെൻഡോസ് ഷുഗറിന്റെ 5' എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോസ്ഫേറ്റിന് ഒട്ടിച്ചു വെച്ചപ്പോൾ നമുക്ക് 3 ആൾക്കാർ കൂടിയിട്ട് നമുക്ക് ആരെ കിട്ടും, ഒരു ന്യൂക്ലിയോടൈഡ് കിട്ടും. അങ്ങനെയുള്ള കുറേ ന്യൂക്ലിയോടൈഡുകളെ നിങ്ങൾ പലതരം ന്യൂക്ലിയോടൈഡുകൾ റെഡിയാക്കി വെച്ചാൽ അതിനുശേഷം നമുക്ക് ഈ ഓരോരോ ന്യൂക്ലിയോടൈഡുകളെയും തമ്മിൽ യോജിപ്പിക്കാം. ഒന്നാമത്തേന്റെ 3' എൻഡില് മറ്റേ ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് നമ്മൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ കിട്ടും. അങ്ങനെ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിന്റെ പൊളാരിറ്റീനെ നമ്മളൊന്ന് നോക്കി വെച്ചിട്ട്, അതായത് ഈ വീട് പോലെയുള്ള കൂർമ്മ പോലെയുള്ള ഭാഗം മുകളിലേക്കും ഇത് താഴേക്കുമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ അറ്റത്ത് 3' എൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും, ഇവിടുത്തെ 5' എൻഡിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവും. അതേസമയം ഈ ഷുഗറിന്റെ 3' എൻഡ് ഇവിടെ ആയിരിക്കും, അതിന്റെ ഈ അറ്റത്ത് എന്താണ് ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ അറേഞ്ച്മെന്റ് അങ്ങനെയായിരിക്കും. ഇനി നമ്മൾ നടത്താൻ പോകുന്നത് ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിനും ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിനും തമ്മിൽ ഒരു ബേസ് പെയറിംഗ് ആണ്. എന്താണ് ആ ബേസ് പെയറിംഗ്? ഇറ്റ് ഈസ് ദ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ നൈട്രജൻ ബേസസ് ഓഫ് 2 സ്ട്രാൻഡ്. ഈ 2 സ്ട്രാൻഡിന്റെയും നൈട്രജൻ ബേസുകളുടെ ഇടയിൽ കണ്ട ബോണ്ടിനെയാണ്, ഹൈഡ്രജൻ ബോണ്ടിനെയാണ് ബേസ് പെയറിംഗ് എന്ന് പറയാം. ബേസ് പെയറിംഗ് നടക്കുന്നത് എപ്പോഴും 1 പ്യൂറിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് അതർ പിരമിഡൈൻ. അപ്പൊ ഒരു പ്യൂറിൻ ബേസ് എപ്പോഴും വേറൊരു പിരമിഡിനോടാണ് ചേരുള്ളൂ. അത് മാത്രമല്ല, ഓൾവേസ് അഡിനൈൻ കമ്പൽസറിലി ബേസ് പെയേഴ്സ് വിത്ത് തൈമീൻ. അഡിനൈൻ ഓൾവേസ് ബൈൻഡ് വിത്ത് തൈമീൻ, അത് റൂളാണ്. അല്ലാണ്ട് അഡിനൈൻ ഗുവാനൈൻ സൈറ്റോസിനായിട്ട് ബൈൻഡ് ചെയ്യില്ല. അഡിനൈൻ ഓൾവേസ് ബൈൻഡ് വിത്ത് തൈമീൻ ആൻഡ് ഫോമിങ് in between them 2 hydrogen bonds are present, but the cytosine always bind with guanine and is with the 3 hydrogen bond. അപ്പോൾ ആ ബോണ്ടിങ് ആണ്, ഈ 2 നൈട്രജൻ ബേസും തമ്മിലുള്ള ഈ ബോണ്ടിങ് വളരെ വീക്ക് ബോണ്ടാണ്. ദേ ആർ ദ ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് 2 നൈട്രജൻ ബേസുകളെയും തമ്മിൽ ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പാര കിട്ടി, ഒരു DNA മോളിക്യൂൾ കിട്ടും. നിങ്ങൾക്ക് തനിയെ ഉണ്ടാക്കാം ഈ മോഡൽ. അപ്പോൾ നമ്മൾ ഈ ഒരു DNA മോഡലിനെ വാട്സൺ ക്രിക്ക് മോഡൽ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഒരിക്കൽ കൂടി പറയാം. എക്സിസ്റ്റ് ആസ് എ ഡബിൾ ഹെലിക്സ് മെയ്ഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ നമ്മൾ കണ്ടു. ആൻഡ് ബോത്ത് സ്ട്രാൻഡ്സ് റൺ ആന്റി പാരലൽ, ദാറ്റ് ഈസ് one 3' to 5', the other is in the opposite direction. They are anti-parallel. And the basis of one strand is known, the other basis can be predicted, that is the strands are complementary. And DNA has the shape of a spiral ladder. The backbone of the ladder is made of sugar and phosphate. The nitrogen bases are project from the backbone as steps, and the nitrogen bases are joined, of 2 strands are joined by base pairing of hydrogen bonds. And one full turn of helical strand, ഇതിങ്ങനെ കണ്ടു, ഇവിടെ നിന്ന് തൊട്ട് വളഞ്ഞ് ഇങ്ങനെ വന്ന് വരാൻ ഈ one full turn of helical strand, okay, the one full turn of helical strand involves 10 bases. This one complete turn involves 10 bases, and each step ascend the strand turn 36 degree. ഓരോ സ്ട്രാൻഡ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അത് 36 ഡിഗ്രിയിൽ ഒന്ന് അത് ഇങ്ങനെ ചരിഞ്ഞ് പോയിട്ടാണ് ഈ ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് വരുന്നത്. ആൻഡ് ദ പിച്ച് ഓഫ് one full turn is 34 Armstrong. Okay. Then the rise per base pair, ഓരോ ബേസ് പെയറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 10, 3.4. അപ്പൊ ഇങ്ങനെ ബേസ് പെയറിന്റെ ഇടയ്ക്ക് 3.4 കണ്ടോ, ബേസ് പെയറിന്റെ ഇടയ്ക്ക് 3.4 ആംസ്ട്രോങ് വരുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ബേസസ്
അറേഞ്ച് ചെയ്ത DNA പറയുന്ന പേര് BDNA എന്നാണ്. അപ്പൊ DNA ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ BDNA ആണ് വാട്സൺ ആൻഡ് ക്രിക്ക് ഇവിടെ ഈ ഫിഗറിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഈ നിശക്കൊമ്പനായിട്ടിരിക്കുന്ന DNA ആണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷനെയും നിയന്ത്രിക്കുന്നു. സെൻട്രൽ ഡോഗ്മ എന്ന ഒരു മെക്കാനിസം, ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, ഇതിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് വേറൊരു ടൈപ്പ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് പ്രകാരം ഡിഫറെന്റ് ടൈപ്പ് അമിനോ ആസിഡ്സ് ഈ RNA-യിൽ ഈ tRNA കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതിനെ ഒരു പ്രോട്ടീൻ ആക്കി മാറ്റും. അപ്പൊ അങ്ങനെ സൈറ്റോപ്ലാസത്തിൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറയുന്ന ഒരു ഷെഫ് പോലെയാണ് DNA വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ DNA is the genetic material, regulate all the actions. Thank you, children.